ആ വെള്ളം മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു. ഞാൻ അതിന് മുന്നേ കയറിപ്പോയി. ഇല്ല, അപ്പൊ അവളവിടെ ഉണ്ടായിരുന്നില്ല. ചിക്കമംഗളൂർ വെച്ച് കാണാതായ മലയാളി പെൺകുട്ടിയുടെ ബോഡി ഇന്ന് കിട്ടി. ആ കൊച്ചിനെ കാണാതായിട്ട് ഏകദേശം 4 ദിവസമായി. 4 ദിവസവും ഫാമിലീസ് ആണെങ്കിലും അവിടെയുള്ള ആൾക്കാരാണെങ്കിലും പോലീസ് ആണെങ്കിലും അന്വേഷിച്ചിട്ട് കിട്ടാത്ത ബോഡി ഇന്ന് കുറച്ച് മുമ്പേ കണ്ടെടുത്തു. ഈ കുട്ടിയുടെ മരണത്തിലൊക്കെ ഭയങ്കരമായിട്ട് ദുരൂഹത ഉണ്ടെന്ന് അവരുടെ ഫാമിലിയും ഈ ന്യൂസുകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കും തോന്നാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവർ ഈ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പെൺകുട്ടി വീണു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചിട്ടാണ് ആൾക്കാർ മുകളിലോട്ട് കയറുന്നത്. ആ കൈവരിയും കടന്ന് ആ കൊച്ച് അപ്പുറത്തോട്ട് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണമെങ്കിൽ ഈ പെൺകൊച്ചിൻ്റെ കയ്യിൽ ഫോട്ടോസ് ഇല്ല. പിന്നെ ഒരു കൗതുകത്തിന് അവിടെ നിന്ന് എത്തി നോക്കാനാണ് പോയത് എന്ന് പറയണമെങ്കിൽ ആ കൈവരി കടന്ന് അപ്പുറത്തോട്ട് പോകണം. വീട്ടുകാരുടെ കൂടെ നിന്ന പെൺകുട്ടി അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ പോയ പെൺകുട്ടി അത്രയും ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് 6 മിനിറ്റിനുള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കൈവരി കടന്ന് അവിടെ നിന്ന് താഴോട്ട് വീഴണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മഹത്യാശ്രമം നടത്തണമെങ്കിൽ പോലും അവിടെ സൗണ്ട് കേൾക്കത്തില്ലേ? ഇതൊന്നും ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഈ ബോഡി കിട്ടിയതിൻ്റെ ശേഷം ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് അവൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ പിന്നെ ആ ബോഡി എങ്ങനെ അവിടെ വന്നു? ചൊവ്വാഴ്ച കാണാതായ 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. 1500 അടി താഴ്ചയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വളരെ സങ്കടകരമായ കാഴ്ചയാണ്. ശ്രീനന്ദയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ 4 ദിവസവും. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അത് തീർച്ചയായും വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. എല്ലാ കാത്തിരിപ്പും അവസാനിച്ചിരിക്കുകയാണ്. കാത്തിരിപ്പുകളെല്ലാം വിഫലമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ വിപുലമായി തെരച്ചിൽ നടത്തിയിരുന്നു. പോലീസും ഫയർഫോഴ്സും SDRF ഉൾപ്പെടുന്ന സംഘം നമ്മൾ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ താഴെ നിന്ന് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മേലേക്കാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിനിടയിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം 40 പേരടങ്ങുന്ന ഒരു ടീം, അവരിൽ ഒരാൾ പോലും ഈ പെൺകൊച്ചിനെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താ ഇവരവിടെ ചെയ്യുന്നേ? അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നപ്പോൾ പരിസരം മറന്ന് കൂടെയുള്ള ആൾക്കാരെ പോലും നോക്കാൻ പറ്റാത്ത തേരാപ്പാര നടക്കുമായിരുന്നു. കുടുംബക്കാരുടെ കാര്യം പോട്ടെ, സ്വന്തം അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അവർ പോലും ആ കൊച്ച് എവിടെ പോയി, എങ്ങനെ പോയി, ആരുടെ കൂടെയാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാലും കൈവിടാതെ വിളിച്ചുകൊണ്ട് പോകുന്ന വീട്ടുകാരാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എത്ര ആൾക്കാരുണ്ടെന്നും ഇത്ര ആൾക്കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഒരു സ്ഥലത്താവുമ്പം ആ കൈ വിട്ടിട്ടില്ല, വിടുന്ന ഞാൻ കണ്ടിട്ടില്ല, പിടിച്ചുകൊണ്ട് തന്നെ പോകും. അതിപ്പോൾ നമ്മൾ അടി ഉണ്ടാക്കി കഴിഞ്ഞാലും അറിയാതെ സ്ഥലമാണെന്ന് പറഞ്ഞ് പിടിച്ച് വെക്കും. ഇനി അതും അല്ലെങ്കിൽ അവർ വേറെ ആരുടെയെങ്കിലും കൂടെ പോകണം അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരുടെ കൂടെ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പിടിച്ച് നിർത്തിയിട്ട് സംസാരിക്കും, നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കും. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കും. അതൊന്നും ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കണ്ടത്. ഇവരിൽ പലരും സംസാരിക്കുന്നുണ്ട്. അത് ആ സംസാരിക്കുന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇങ്ങനെയാണോ കുട്ടികളെ നോക്കണ്ടേന്നുള്ളത്. കണ്ടെത്തിയത് ഏതാണ്ട് 1500 അടി താഴ്ചയിലാണ് ഈ മൃതദേഹം ഉള്ള സ്ഥലം. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായി തെരച്ചിൽ നടത്തിയിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാം എന്നുള്ള അഭ്യൂഹം പറ്റുന്നത്. എന്നാൽ ആ അഭ്യൂഹങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അവനെ ചാൻസ് ഉള്ളൂ എന്നുള്ളത് ശ്രീനന്ദയുടെ പാരൻസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അവിടെയുള്ള പോലീസുകാർ ഇത് കാര്യമായിട്ട് എടുത്തിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല എന്നും കൂടെ അവർ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മെയിനായിട്ട് ഇവിടുത്തെ പ്രശ്നം ഇവിടെ CCTV ഇല്ല. CCTVയുടെ എങ്ങാണ്ട് കാര്യങ്ങൾ ഇവർ പോയി ഓഫീസിൽ ചോദിച്ചപ്പോൾ CCTV വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ വർക്ക് ചെയ്യാതെ CCTV എന്തിനാ അവിടെ പുഴുങ്ങി തിന്നാൻ വെച്ചേക്കുവാണോ? അതോ ചുമ്മാ ഇവിടെ CCTV ഉണ്ടേ എന്ന് കാണിക്കാൻ വെച്ചേക്കുവാണോ പ്രഹസനത്തിന്? കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ എത്തിയത്? കുട്ടിയെ അടിതെറ്റി താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് അല്പം മുമ്പ് കുട്ടിയുടെ ചെറിയച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം എന്ന് തന്നെയായിരുന്നു കുടുംബം ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ വിശ്വാസങ്ങളെല്ലാം ഇപ്പോൾ തള്ളി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. 1500 അടി താഴ്ചയിൽ മാണിക്യധാര വാട്ടർഫാളിന് സമീപം ഈ
സമീപത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും മൃതദേഹം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശ്രമകരമായ ദൗത്യമാണ് മൃതദേഹം മുകളിൽ എത്തിക്കുക എന്നുള്ളത്. അതിനുള്ള ദൗത്യം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഒരു സംഘം മടങ്ങിയിരുന്നുവെങ്കിലും മറ്റൊരു സംഘം ഇപ്പോഴും അവിടെ തന്നെ തുടരുകയായിരുന്നു. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് നിന്ന് 4-ാം തീയതി യാത്ര തിരിച്ച ശ്രീനന്ദയാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു. ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20-നാണ് ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ച് ഈ കുട്ടിയെ കാണാതായത്. മറ്റു കുട്ടികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു 2 കുട്ടികൾ, അതായത് ഈ കസിൻ സിസ്റ്റർ ഉൾപ്പെടെ 2 കുട്ടികൾക്കൊപ്പമായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഈ 2 കുട്ടികൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി 100 മീറ്റർ അപ്പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു ഇവർ പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ കുട്ടി എവിടെ പോയി എന്ന അന്വേഷണം ആ സെക്കൻഡ് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഐസ്ക്രീം വാങ്ങാൻ പോയ സമയത്താണ് കൊച്ചിനെ കാണാതായത്. അപ്പോൾ കൊച്ച് മനഃപൂർവ്വം പോയി ചാടിച്ചാവത് നോക്കിയതല്ല. കാരണം അതിന് മുമ്പ് എടുത്ത കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അതിൽ അത്രയും ഹാപ്പി ആയിട്ടിരുന്ന ഒരു പെങ്കൊച്ച് കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. അപ്പം ഇതിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ, ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വല്ല സംഭവവും അല്ലെങ്കിൽ അങ്ങനെ വല്ല ഹിസ്റ്ററി ഈ സ്ഥലത്ത് കൂടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി പോയിട്ടില്ല. കാരണം മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് ശേഷം അപ്പുറത്താണ് ഈ ചരിവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങളുടെ കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. വല്യച്ഛനാണ് പറഞ്ഞത് ആ ബോഡി കിട്ടിയ സ്ഥലത്ത് ആ പെങ്കൊച്ച് പോയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അവിടെ വന്നു? അപ്പോൾ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അത് അന്വേഷണം വേണം. ഇപ്പോൾ കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരെ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് ഇവിടെ അന്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഏരിയയിലാണ് ഇവർ നിന്നിരുന്നത്. നടത്തിയിരുന്നു. അത് അപ്പം തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടേക്ക് ഇറങ്ങി പരിശോധിച്ചു. ഓൾറെഡി അന്വേഷിച്ചൊരു സ്ഥലത്ത് വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് ഈ ബോഡി കിട്ടിയത്. അതാലോചിക്കണം. ആദ്യം ഇവർ പോയി അന്വേഷിച്ചപ്പോൾ ആ സ്ഥലത്തൊന്നും ഈ ഒരു ആളുണ്ടായിരുന്നില്ല. രണ്ടാമത് പോലീസൊക്കെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ബോഡി അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു? ഞാനൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആ കൊച്ചിൻ്റെ കയ്യിൽ എങ്ങാണ്ട് ഒരു സ്വർണ്ണ മോതിരം ഉണ്ടായിരുന്നത് കാണാനില്ല. ഒരുമിച്ചാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ 2 വഴിയായിട്ട് തിരിയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വരെ എങ്ങനെയായിരുന്നു? ഞാൻ അതിന് മുന്നേ കയറിപ്പോയി. തിരികെ കയറിപ്പോയി. എന്നിട്ട് ഫോട്ടോ എടുത്തു, സിംഗിൾ ഫോട്ടോ എടുത്തു. അതായിട്ട് തിരികെ വന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല, അപ്പൊ അവളവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് അതാണ് അവസാന ശ്രീനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി, അതായത് ഈ സുന്ദരിക്കൊപ്പം പഠിക്കുന്ന അത് കഴിഞ്ഞിട്ട് നമ്മള് നോക്കി, അത് കൂടെ ഒക്കെ നോക്കി. അവിടെ നോക്കിയോ? മോളെ കാണാണ്ടേക്ക് നോക്കിയോ? അവിടെ ഒക്കെ നോക്കി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നിട്ട് അടിയിൽ കൂടെ ഒക്കെ നോക്കി, പക്ഷെ അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല അവള്. അല്ല, ഞങ്ങള് കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് ഇവളെ, അപ്പൊ ആ ഫോട്ടോയില് നോക്കി കുറെ നേരം നോക്കി, ഇവളെ കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലായി ഇവളെ കാണാനില്ല എന്ന്. എന്നിട്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പൊ എല്ലാരും കൂടി നോക്കുക ചെയ്ത്. ഈ വഴി പോലീസ് മണം പിടിച്ചു പോയത്, ടാക്സി ഒക്കെ പാർക്ക് ചെയ്യുന്ന 2 വഴി 2 സ്ഥലത്ത് അങ്ങോട്ട് മോള് പോകുന്ന ഈ കുട്ടി പോകുന്ന അങ്ങനെ കണ്ടിരുന്നു. ഈ കൊച്ച് താഴെ വീണതാണെങ്കിൽ, അല്ലെങ്കിൽ അഥവാ അബദ്ധത്തിൽ വീണെന്ന് വിചാരിക്കുക. ഇത്രയും ആൾക്കാർ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലം, ഒരാൾ കാല് തെറ്റി വീഴുമ്പോൾ എന്തായാലും നിലവിളിക്കും അല്ലെങ്കിൽ കരയും. ഇത് ആൾക്കാർ കേൾക്കും.
ഇതൊന്നും ആരും കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ബോഡിക്ക് പഴക്കമില്ല എന്ന് പറയുന്നു? എല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു പ്രശ്നമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തിനൊരു ചരിത്രം ഉണ്ടല്ലോ, അങ്ങനെ വല്ല ചരിത്രം ഈ സ്ഥലത്തുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. അപ്പം പലതും ചിലപ്പോൾ പുറത്ത് വരുമായിരിക്കും. ഇത്രയും നാളും പുറത്ത് വരാതെ കുറേ കാര്യങ്ങൾ ഈ ഒരു അന്വേഷണത്തിലൂടെ ചിലപ്പോൾ പുറത്ത് വരുമായിരിക്കും. വന്നിട്ട് കാര്യമൊന്നുമില്ല. ധർമ്മസ്ഥലയുടെ കാര്യത്തിൽ എന്തായിരുന്നു, എല്ലാം കൂടെ പുറത്ത് വന്നപ്പോൾ അവസാനം എല്ലാം കൂടെ ഹോൾഡുള്ള ആൾക്കാരെ ചേർന്ന് അങ്ങ് മുക്കി. ഇതും മുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഒന്ന് അന്വേഷിക്കുക. ശരി എന്നാൽ.